സോഷ്യൽ മീഡിയയിലൊക്കെ തകർത്ത് പ്രസംഗിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടോമച്ച് എന്ന സംശയം, കത്തോലിക്ക സഭയുടെ ആരാധന ജീവിതത്തിൽ എന്നു മുതലാണ് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും രോഗശാന്തികൾക്കും മുമ്പില്ലാതിരുന്ന ഒരു പ്രാധാന്യം ഉണ്ടായത്? പ്രിയപ്പെട്ട ടോമച്ച, അച്ഛൻ ആദ്യം മനസ്സിലാക്കേണ്ട സത്യം, മുമ്പില്ലാതിരുന്ന പ്രാധാന്യം എന്നൊരിക്കലും പറയരുത്. കത്തോലിക്ക സഭ തുടങ്ങിയ അന്ന് മുതൽ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര സഭയിലുണ്ട്. ക്രിസ്തു തൻ്റെ ദൗത്യം ആരംഭിച്ചത് അത്ഭുതത്തോടു കൂടിയാണ്. കനായിലെ കല്യാണ വീട്ടിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി തൻ്റെ ആദ്യ അത്ഭുതം അവിടുന്ന് പ്രവർത്തിച്ചു. പിന്നീട് അങ്ങോട്ട് ക്രിസ്തുവിൻ്റെ ജീവിതം അത്ഭുതങ്ങളുടെയും രോഗശാന്തികളുടെയും ഒരു പരമ്പരയായിരുന്നു. പ്രിയപ്പെട്ട തോമച്ച, കർത്താവ് പകർന്നു കൊടുത്താണ് സുവിശേഷ ദൗത്യം. കർത്താവ് പറഞ്ഞ ഇങ്ങനെയല്ലേ, നിങ്ങൾ ലോകം മുഴുവനും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിക്കുന്നവർക്ക് സ്നാനം കൊടുക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചിനെ പുറത്താക്കുവിൻ. ഇത് കർത്താവ് കൊടുത്ത കൃപയാ, കർത്താവ് കൊടുത്ത ഗിഫ്റ്റാണിത്, പരിശുദ്ധാത്മാവിന്റെ വരദാനമാണിത്. ഇത് സ്വീകരിക്കാനായിട്ട് നല്ലൊരു മനസ്സ് വേണം. അതിനേക്കാൾ ഉപരി നല്ല പ്രാർത്ഥന വേണം. കർത്താവ് പറഞ്ഞു വെച്ചില്ലേ, പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാതെ ഈ വ്യാധി നിങ്ങളെ വിട്ടു പോവില്ല. പ്രാർത്ഥനയിൽ രൂപപ്പെട്ട ഒരു ജീവിതത്തിന് മനുഷ്യനെ സുഖപ്പെടുത്താൻ സാധിക്കും. പ്രാർത്ഥനയിൽ രൂപപ്പെട്ട ഒരു ജീവിതത്തിന് മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നുകൂടിയ പൈശാചിക ശക്തിയെ പുറത്താക്കാൻ സാധിക്കും. നമ്മുടെ ധ്യാന ഗുരുക്കന്മാർ എത്ര മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ള സത്യം അച്ഛൻ മറന്നുപോയി. അച്ഛൻ ഈ സത്യം തിരിച്ചറിയണം. നമ്മുടെ ധ്യാന ഗുരുക്കന്മാരൊക്കെ നീണ്ട മണിക്കൂറുകൾ ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പ്രസംഗിക്കുകയെ നമുക്ക് ആ ഗിഫ്റ്റ് കിട്ടത്തില്ല. കാരണം കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും അല്ലാതെ ഈ വ്യാധി നിങ്ങളെ വിട്ടു പോവില്ല. ഒരു മനുഷ്യന്റെ ദേഹത്ത് പിടികൂടപ്പെട്ട വ്യാധി, ഒരു മനുഷ്യന്റെ അടിമത്തം, ഒരു മനുഷ്യന്റെ രോഗം, അതൊക്കെ വിട്ടുമാറണമെങ്കിൽ ശക്തമായ പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ ജീവിതത്തിൽ വേണം ടോമച്ച. അതുണ്ടെങ്കിൽ ഈ പറയുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനുള്ള കൃപ, കഴിവല്ല കൃപ, ഇത് പ്രവർത്തിക്കുവാനുള്ള കൃപ അച്ഛനും സ്വന്തമാണ്. പ്രിയപ്പെട്ട ടോമച്ച, ഒന്ന് ഓർത്ത് നോക്കിക്കേ, കത്തോലിക്ക സഭയിലെ വൈദികര് കർത്താവ് പറഞ്ഞതുപോലെ ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ, അവൻ പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഈ ലോകം മുഴുവനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കർത്താവിനെ അറിഞ്ഞാനാ വരുന്നത്. കർത്താവിന് സ്നേഹം കൊടുക്കാൻ വിളിക്കപ്പെട്ട മനുഷ്യൻ പ്രാർത്ഥിക്കുവാൻ പോലും സമയം കണ്ടെത്താൻ പറ്റാതെ തങ്ങളുടെ ജീവിതങ്ങളിലെ തിരക്കുകളിലേക്ക് ചേക്കേറി പോയപ്പോൾ അവിടെ നിന്ന് കരഞ്ഞത് കർത്താവാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ടോമച്ച, ശുശ്രൂഷ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. അച്ഛൻ ചെയ്തത് വലിയൊരു തെറ്റാ. അച്ഛന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കരസ്മാറ്റിക് പ്രസ്ഥാനം. കരസ്മാറ്റിക് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ആദിമസഭയിൽ മനുഷ്യർ ദൈവത്തെ അറിഞ്ഞത് കർത്താവ് ശിഷ്യരിലൂടെ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടാ. പത്രോസ് നടന്നു പോകുമ്പോൾ നിഴലടിച്ച് മനുഷ്യൻ സൗഖ്യപ്പെട്ടത് കണ്ടിട്ട്, മാളികയുടെ മുകളിൽ നിന്നും താഴെ വീണ് മരിച്ച യുവാവിനെ ഉയർപ്പിച്ച പൗലോസിലൂടെ ദൈവം ചെയ്ത മഹത്വം കണ്ടിട്ട്, അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മളോടും പറഞ്ഞത്, ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ടോമച്ച, ധ്യാനഗുരുക്കന്മാർ ചെയ്യുന്നത് അവരുടെ കഴിവ് കൊണ്ടൊന്നുമല്ല, അവരിലൂടെ ദൈവം ചെയ്യുന്ന നന്മയാ. അവരുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട്, അവരുടെ താപസ ജീവിതം കണ്ടിട്ട്, അവരുടെ പ്രാർത്ഥന ചൈതന്യം കണ്ടിട്ട് ദൈവം അവർക്ക് കൊടുത്ത ഗിഫ്റ്റാണത്, ദൈവം അവർക്ക് കൊടുത്ത ദാനമാണത്. ആ ദാനത്തെ കണ്ട് ഒരിക്കലും അസൂയപ്പെടരുത്, ആ ദാനത്തെ കണ്ട് ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. ഈ കത്തോലിക്ക സഭ വളർന്നത് മുഴുവനും സഭയിൽ അത്ഭുതം നടന്നതുകൊണ്ടാണ്. മറ്റുള്ള ദൈവങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം യേശു എന്ന നാമത്തിൽ ശിഷ്യർ ചെയ്യുന്നത് കണ്ടപ്പോൾ ആ യേശുവിനെ ജനം തങ്ങളുടെ രക്ഷകൻ നാഥനുമായി സ്വീകരിക്കാൻ തയ്യാറായി. സഭ വളരാത്തതിന്റെ കാരണം ഇത് തന്നെയാ. ടോമച്ചൻ നാളെ സമൂഹത്തിനിടയിൽ നിന്ന് ഒരു മനുഷ്യനെ, മരിച്ചുപോയ ഒരു മനുഷ്യനെ ഉയർപ്പിച്ചു നോക്ക്. ആ പ്രദേശവാസികൾ മുഴുവനും ടോമച്ചന്റെ പിന്നാലെ വരും കർത്താവിനെ അന്വേഷിച്ച്. പൗലോസും സീലാസും തടവറയിൽ കിടന്ന് സ്തുതിച്ചപ്പോൾ ആ സ്തുതിയുടെ ശക്തി കൊണ്ട് ചങ്ങലകൾ അഴിഞ്ഞുപോയതും തടവറയുടെ വാതിൽ തുറക്കപ്പെട്ടതും കണ്ട പടയാളി, ആ അത്ഭുതം കണ്ട പടയാളി കർത്താവിനെ സ്വീകരിച്ചത് അവരുടെ പ്രസംഗം കേട്ടല്ല, കർത്താവ് ചെയ്ത അത്ഭുതം കണ്ടോണ്ടാ. അവൻ ആ നിമിഷം കർത്താവിനെ സ്വീകരിക്കുകയാണ്. എൻ്റെ ടോമച്ച, കത്തോലിക്ക സഭ വളർന്നത്
അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും രോഗശാന്തിയിലൂടെയുമാണ്. ആദിമസഭയിലെ ക്രൈസ്തവ സമൂഹം വളർന്നത് യൂട്യൂബിലെ പ്രസംഗം കേട്ടോണ്ടല്ല, ഫേസ്ബുക്കിലെ പ്രസംഗം കേട്ടോണ്ടല്ല. അവിടെ ജനങ്ങളുടെ ഇടയിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കണ്ടുകൊണ്ടാ മനുഷ്യൻ കർത്താവിനെ സ്വീകരിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികൾ സുഖപ്പെട്ടപ്പോൾ, മരിച്ചവർ ഉയർത്തപ്പോൾ ജനം വിശ്വസിച്ചു. ഇത് ദൈവമാണെന്ന് വിശ്വസിച്ചു, ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ചു. ഇത് തന്നെയാണ് ടോമച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറയുന്നത്. കർത്താവ് ഓരോ വൈദികനിലൂടെയും ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് മനുഷ്യൻ ഓരോ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഓടുന്നുണ്ടെങ്കിൽ അതൊരു മനുഷ്യന്റെ കഴിവല്ല, അത് കർത്താവിന്റെ കൃപയാ. അച്ഛൻ വിമർശിക്കുന്നതും ആ കൃപയാ. പ്രിയപ്പെട്ട ടോമച്ച, അച്ഛനോടൊന്നേ സ്നേഹത്തോടെ പറയാനുള്ളൂ. അച്ഛന് പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിലും, അച്ഛന് സുഖപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും, അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് തരുന്ന ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അച്ഛൻ മനസ്സ് കാണിച്ചാൽ അവർക്ക് ഇത്തിരി ശക്തി കൂടുതൽ കിട്ടും.